CPM-ന്റെ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. പാർവതി ഗൗരീശോട്ടം വാർഡിലാണ് പാർവതി മത്സരിക്കുന്നത്. എന്താണ് പാർവതിയുടെ ഒരു മാധ്യമ പശ്ചാത്തലം പറയുന്നത്? ഞാൻ കൈരളിയിലുണ്ടായിരുന്നു ഒരു വർഷത്തോളം. ഇപ്പൊ ദേശാഭിമാനിയിലാണ്. ദേശാഭിമാനിയിൽ കയറിയിട്ട് കുറച്ച് നാളെ ആവുന്നുള്ളൂ. എന്നാലും ഞാൻ അഭിഭാഷകയാണ്. ഞാൻ പഠിച്ചത് LLB ആണ്. ഞാൻ അതിന് ശേഷം ജേർണലിസം പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ജേർണലിസം പഠിച്ച് ശേഷം മാധ്യമ പ്രവർത്തന രംഗത്തോട്ട് വന്നതാണ്. ഒരു ബന്ധം കൊണ്ട് മാധ്യമ രംഗത്തുണ്ടല്ലോ. ഉണ്ട്, എന്റെ ചേട്ടനുണ്ട്. ചേട്ടൻ ETV ഭാരത് റിപ്പോർട്ടറാണ്. ചേട്ടനും ഇവിടെ ഉണ്ട്. ഗിരീഷേട്ടൻ വാർഡ് എങ്ങനെയാണ് CPM ജയിക്കാവുന്ന വാർഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്? ഗിരീഷേട്ടൻ വാർഡിൽ നല്ല വിജയപ്രതീക്ഷയുണ്ട്. അത്യാവശ്യം നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നല്ലപോലെ എത്തിയിട്ടുള്ള വാർഡാണ്. പുതിയതായിട്ട് രൂപപ്പെട്ട വാർഡാണ്. മുൻപ് അതെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ മുൻപ് ഈ വാർഡ് മെഡിക്കൽ കോളേജ് വാർഡായിരുന്നു. ഞങ്ങളുടെ വാർഡ് കൌൺസിലറായിരുന്ന DR അനിൽ, അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം എത്തിയിട്ടുള്ളൊരു വാർഡ് തന്നെയാണ്. ഗൗരീശോട്ടത്തെ എല്ലാ ജനങ്ങൾക്കും അതറിയാം. അപ്പൊ ഞാൻ DYFI വഴി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള മേഖലയാണ്. നല്ല വിജയപ്രതീക്ഷയുണ്ട്. DYFIയുടെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു? ഇല്ല, DYFIയുടെ ഭാരവാഹിത്വത്തിനുണ്ടായിരുന്നില്ല. ഞാൻ യൂണിറ്റ് സെക്രട്ടറി വരെ ഉണ്ടായുള്ളൂ. SFI ഏരിയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. വാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കി വരുന്നത്, നമുക്ക് ഒരു 5 വർഷം കൊണ്ട് ഒരു വാർഡ് മുഴുവൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കി വരുന്നതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രായം കുറഞ്ഞ ആളുകൾ ഒന്നുകൂടിയാണ് പാർവതി. 25 എത്ര വയസ്സായി? 25 വയസ്സായി. പാർട്ടി ഇത്ര ചെറുപ്പത്തിന് ഒരു ഉത്തരവാദിത്വം പ്രതീക്ഷിച്ചിരുന്നു? അതെ, പാർട്ടിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുക എന്നത് എന്റെ മേലുള്ള ഉത്തരവാദിത്തമാണ്. അത് തീർച്ചയായിട്ടും നിറവേറ്റുന്നു തന്നെയാണ്. പശ്ചാത്തലവും CPM ആണ് അല്ലേ? അച്ഛനും? അതെ, അച്ഛൻ ദേശാഭിമാനി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അപ്പൂപ്പനും അങ്ങനെ വർഷങ്ങളായിട്ട് അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ആ നാട്ടിലെ പ്രവർത്തകർ തന്നെയാണ്. ജനങ്ങൾക്കെല്ലാം ഒരുപാട് അറിയുന്നവർ തന്നെയാണ്. CPM പാർട്ടി കുടുംബമാണ്. അതുപോലെ തന്നെ മാധ്യമ പശ്ചാത്തലത്തിൽ നിന്നുമാണ് പാർവതി വരുന്നത്. ഏതായാലും പാർവതി ഗൗരീശവട്ടം ഒരു ഇടവേളയ്ക്ക് ശേഷം വാർഡ് വീണ്ടും വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വാർഡാണ്, അത് പിന്നീട് ഇല്ലാതായി. ഇപ്പോൾ വീണ്ടും ഗൗരീശവട്ടം വാർഡ് വരുമ്പോൾ അത് പിടിക്കാൻ CPM ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകയാണ്, നിയമ വിദ്യാർത്ഥിനിയാണ്. നിയമം പഠിച്ചു കഴിഞ്ഞു അല്ലേ? നിയമം പഠിച്ച അഡ്വക്കേറ്റ് കൂടിയായ പാർവതിയാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് പാർവതിക്കും പറയാനുള്ളത്.